സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ നടി രന്യ റാവുവിനെതിരെ കൊഫെപോസെ വകുപ്പ് ചുമത്തിയിരിക്കുകയാണ്. കേസിൽ അന്വേഷണം നടത്തുന്ന DRIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ കൊഫെപോസെ ചുമത്തിയത്. കേസിലെ മറ്റു പ്രതികളായ തരുൺ, സാഹിൽ എന്നിവർക്കെതിരെയും ഇത്തരത്തിൽ കൊഫെപോസെ ചുമത്തിയിട്ടുണ്ട്. 1 വർഷത്തേക്ക് ഇവർക്ക് ജാമ്യം കിട്ടില്ല. അതേസമയം രന്യ റാവുവും കൂട്ടുപ്രതികളും ജാമ്യത്തിനായി നിരന്തരം കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ കുരുക്ക് മുറുക്കിയിരിക്കുന്നത്. നിർണായക നീക്കമാണ് അവരും നടത്തിയത്. ജാമ്യത്തിലിറങ്ങി വീണ്ടും കള്ളക്കടത്ത് നടത്തുന്നത് തടയാനാണ് ഇത്തരത്തിൽ കൊഫെപോസെ ചുമത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ രന്യ അടക്കമുള്ള പ്രതികൾ നിലവിൽ ബംഗളൂരു സെൻട്രൽ ജയിലിലാണ്. ദുബായിൽ നിന്ന് സ്വർണം കടത്തുന്നതിനിടയിലായിരുന്നു രന്യ DRIയുടെ വലയിലായത്. പരിശോധനയിൽ 14.2 കിലോ സ്വർണമാണ് ഇവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഇതിന് 12.56 കോടി രൂപ വില വരും. നടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും കോടികളുടെ സ്വർണ്ണാഭരണങ്ങളും പണവും പിടിച്ചെടുത്തിരുന്നു. കർണാടക DGP K. രാമചന്ദ്ര റാവുവിന്റെ മകളാണ്. പിതാവിന്റെ ഈ ഒരു പദവി മറയാക്കിയായിരുന്നു രന്യ സ്വർണം കടത്തിയത്. ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ പരിശോധനയിൽ നിന്ന് പലപ്പോഴും രന്യ രക്ഷപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ DRI പിടിമുറുക്കിയതും മകളെ പൊക്കിയതും. എന്തായാലും രാമചന്ദ്ര റാവുവിന് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരുന്നു.